ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്നൊരു കുട്ടിക്കഥ പറയാണ്. ടങ് ടക് ടക് ടക്. ഈ കുട്ടിക്കഥയിലെ പ്രധാനപ്പെട്ട താരങ്ങളാണ് ഒരു മുയലും ഒരു പുലിയും. ഒരു മുയലും ഒരു പുലിയും, പുലിയും മുയലും. അപ്പോൾ ഈ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കുട്ടിക്കാലത്ത് എല്ലാവരും കേൾക്കാൻ ചാൻസ് ഉണ്ടെങ്കിലും ഒന്ന് കേട്ട് നോക്ക്. നമ്മുടെ മുയലിന് പിന്നാലെ പുലി ഇങ്ങനെ പാഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടക് ടക് ടക്. ഓട്ടത്തിൽ കേമനാണല്ലോ പുലി. അപ്പോൾ മുയലിനേക്കാളും നല്ല ഓട്ടക്കാരനാണ് പുലി. പുലി ഇങ്ങനെ ഓടുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മുടെ മുയലുണ്ടോ പുലിയുടെ പിടിയിൽ അകപ്പെടുന്നു. മുയലിങ്ങനെ പുലിയെ ഇങ്ങനെ വെട്ടിച്ചൊക്കെ ഓടി വളരെ വേഗത്തിൽ രക്ഷപ്പെട്ടു. പുലി ആകെ നിരാശനായി. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസവും ശ്രമിച്ചു, കിട്ടിയില്ല. മൂന്നാമത്തെ ദിവസവും ശ്രമിച്ചു, കിട്ടിയില്ല. മുയലിനെ കിട്ടിയില്ല. അങ്ങനെ പുലി ഈ സംഭവം ചെന്നായ്ക്കളായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളോട് ചെന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ആ മുയലിനെ കിട്ടുന്നില്ല കേട്ടോ, എനിക്ക് അവരെ പിടിച്ചാൽ തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചെന്നായ്ക്കൾ പറഞ്ഞു, അതിനെന്താ പുലി, പുലിയാശ ഞങ്ങൾ കൂടി വരാതെ, ഞങ്ങൾ കൂടി വന്നിട്ട് അവരെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുലിയുടെ കൂടെ ചെന്നായ്ക്കളും കൂടി ഈ മുയലിനെ പിടിക്കാൻ, അവരുടെ ഒറ്റ ഉദ്ദേശം മുയലിനെ പിടിക്കണം. പക്ഷെ എന്തൊക്കെ നോക്കിയിട്ടും ഓട്ടത്തിൽ വെട്ടിക്കാനോ ഓട്ടത്തിനിടയിൽ പിടിക്കാനോ ഈ പുലിക്കും ചെന്നായ്ക്കും മുയലിനെ പിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ 6 ദിവസം കഴിഞ്ഞു, 7 ദിവസം കഴിഞ്ഞു. 8ാമത്തെ ദിവസം ഈ പുലി മുയലിൻ്റെ കൂടുണ്ടല്ലോ, ഈ മാളത്തിലാണ് കൂട് വയ്ക്കുന്നത് മുയൽ. ആ മാളത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, കൂടിനകത്ത് കയറാൻ പറ്റില്ലല്ലോ, ചെറിയ വാതിലുള്ള കൂടല്ലേ. അപ്പം പുലി അങ്ങനെ കാത്തിരുന്നു. ചെന്നായ്ക്കളാണെങ്കിൽ ഓടി ഓടി അവശത കാരണം ചെന്നായ്ക്കൾ പിന്നെ പുലിനെ ഉപേക്ഷിച്ച് പോയി. പുലി എന്തെങ്കിലും കാണിക്കട്ടെ, ഞങ്ങൾക്കൊന്നും വയ്യട വേയെന്നും പറഞ്ഞു പോയി. അങ്ങനെ പുലിക്ക് എന്നാൽ ഈ മുയലിനെ പിടിക്കണം. പക്ഷെ ഓടി തളർന്ന പുലി അങ്ങനെ 8ാമത്തെ ദിവസം ഈ മുയലിൻ്റെ കൂടിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഹലോ മുയലേ, ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ? അപ്പോൾ മുയലകത്തിരുന്ന് കേൾക്കുന്നുണ്ട്, എന്താ എന്ന് വെച്ച്. അപ്പോൾ വെച്ചാൽ നിനക്ക് ഇത്ര കരുത്ത് എവിടെ നിന്ന് കിട്ടി, നിനക്ക് ഇത്ര ശക്തി എവിടെ നിന്ന് കിട്ടി? ഞാൻ ഇത്ര ദിവസം ഓടിച്ചിട്ട് നിന്നെ പിടിക്കാൻ പറ്റുന്നു, നീ ചെറുതല്ലേ, എന്നിട്ട് നിന്നെ പിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഇത് കേട്ട് പെട്ടെന്ന് മുയലൊന്ന് ചിരിച്ചു പോയി. എന്നിട്ട് മുയൽ പറഞ്ഞു, നീ എന്തിനാ എൻ്റെ പിന്നാലെ ഓടിയത്, എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിയത് എന്തിനാന്ന് ചോദിച്ചു, ഒരു ചോദ്യം. അപ്പോൾ പുലി പറഞ്ഞു, ഞാൻ നിൻ്റെ പിന്നാലെ ഓടിയത് നിന്നെ പിടിക്കാൻ, അങ്ങനെ പറഞ്ഞു പുലി പറഞ്ഞു. പക്ഷെ മുയൽ അപ്പോഴും ചിരിച്ചോട്ട് പറഞ്ഞു, അല്ല, അതല്ല അതിൻ്റെ ഉത്തരം. നീ എൻ്റെ പിന്നാലെ ഓടിയത് എന്നെ കൊന്ന് വിശപ്പടക്കാൻ, നിൻ്റെ വിശപ്പ് മാറ്റാൻ, എന്നെ പിടിച്ച് ഇങ്ങനെ കൂട്ടുകാരനായിട്ട് കൂടെ കൊണ്ട് നടക്കാനല്ലല്ലോ, കഴിച്ച് വിശപ്പ് മാറ്റാനാണ് നീ എൻ്റെ പിന്നാലെ ഓടിയത്. പക്ഷെ ഞാൻ ഓടിയത് എന്തിനാ? ഞാൻ ഓടിയത് എൻ്റെ ജീവൻ രക്ഷപ്പെടാൻ, എൻ്റെ ജീവൻ രക്ഷിച്ചെടുക്കാനാണ് ഞാൻ ഓടിയത്. അപ്പം എൻ്റെ ഓട്ടത്തിനാണ് കൂടുതൽ കരുത്തും ശക്തിയും. എൻ്റെ ഓട്ടത്തിനെ യാതൊരുവിധ തടസ്സങ്ങളും കീഴ്പ്പെടുത്തുന്നില്ല. ഞാൻ ഓടുന്ന ആ ഭൂപ്രദേശം ചിലപ്പോൾ കുന്നും മരങ്ങളും കല്ലും കട്ടയൊക്കെ ഉള്ളതായിരിക്കാം. പക്ഷെ എൻ്റെ ഓട്ടത്തിന് അതൊന്നും ബാധകമല്ല. ഞാൻ അത്രയേറെ കരുത്തോടുകൂടി എൻ്റെ ജീവൻ രക്ഷിക്കാൻ ഏത് വലിയ മതിലുകളും ഏത് വലിയ തടസ്സങ്ങളും, മതിലുകൾ എന്ന് പറഞ്ഞത് ഏത് വലിയ ഇങ്ങനെ പൊക്കങ്ങളായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ചാടിക്കടന്ന് എതിരെ വീശുന്ന കാറ്റുണ്ട്, ആ കാറ്റിനെയൊക്കെ മറികടന്ന് ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെടും. അപ്പം നിൻ്റെ ഓട്ടം നിസാരമായി പോവുകയാണ്. ഞാൻ എൻ്റെ ജീവൻ രക്ഷിക്കാനാണ് ഓടിയത്, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ പാഞ്ഞു. നീ ഈ 8 ദിവസമല്ല, ഇനി ഒരു 80 ദിവസം, ഒരു 100 ദിവസം എൻ്റെ പിന്നാലെ ഓടിയാൽ എന്നെ പിടിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് അത്രയേറെ ആത്മവിശ്വാസമുണ്ട്, എന്നെക്കുറിച്ച് എനിക്ക് അത്രയേറെ ആത്മവിശ്വാസമുണ്ട്. കഠിനമായിട്ടുള്ള പരിശ്രമം എന്നെ മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ ലക്ഷ്യം അത്രയേറെ വലുതാണ്, എൻ്റെ ജീവൻ അത്രയേറെ എനിക്ക് വലുതാണ് എന്ന് മുയൽ പറയാണ്. ആ നിമിഷം നമ്മുടെ പുലി അന്തം വിട്ട് ഇങ്ങനെ കുന്തം വിഴുങ്ങിങ്ങനെ ഇരുന്നു ഒരു നിമിഷം. കാരണം ആ പുലിയുടെ ചിന്തയിൽ മുയൽ ചെറുതാണ്, ഇവനെ വേഗം പിടിക്കാമെന്നൊക്കെ. പക്ഷെ ചെറുതോ വലുതോ എന്നല്ല അതിലുള്ള സംഭവം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു സ്വപ്നമുണ്ടെങ്കിൽ, അപ്പോൾ ആ സ്വപ്നത്തിനും ആ ലക്ഷ്യത്തിനും വേണ്ടി നമ്മൾ പ്രയത്നിക്കാൻ സമയമെടുത്താൽ, അതിനുവേണ്ടി നമ്മൾ നമ്മുടെ നേരങ്ങൾ മാറ്റിവെച്ചാൽ, അതിനുവേണ്ടി നമ്മൾ മുന്നോട്ടിറങ്ങിയാൽ, നമ്മുടെ കരുത്തോടുകൂടി നമ്മുടെ ചുവടുകൾ വെച്ചാൽ, ചിലപ്പോൾ പ്രതിബന്ധങ്ങളായിട്ട് തടസ്സങ്ങളായിട്ട്, നമുക്ക് മുന്നിലുള്ള തടസ്സങ്ങളായിട്ട് ചിലപ്പോൾ കാറ്റ് വീശും. കാറ്റെന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ചില ആളുകളുടെ ചൊറിഞ്ഞുള്ള വർത്തമാനങ്ങളായിരിക്കും. നമ്മളങ്ങനെ ബാഡായിട്ടുള്ള വർത്തമാനങ്ങൾ പറയും. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും. അവൻ ഒരു മറ്റോടത്തെ ഇപ്പം ചെയ്യാൻ പറ്റും, അവന് ഭ്രാന്ത് എന്നൊക്കെ രീതിയിൽ, അങ്ങനെ പൊതുവെ അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ ഓരോ ടോക്കുകൾ. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് ഇറങ്ങുന്നതെങ്കിൽ ആ പെൺകുട്ടിക്ക് എതിരായിട്ടുള്ള ചൊറിഞ്ഞ് ഇങ്ങനെ
അതാ ചൊറിച്ചിലുകളായിട്ട് വരുന്ന ആ നെഗറ്റീവ് വർത്തമാനങ്ങളൊക്കെ നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാലും നമ്മൾ അതിലൊന്നും കീഴ്പ്പെടരുത്. നമുക്കൊരു ലക്ഷ്യം വേണം. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ നമ്മുടെ സ്വപ്നത്തെ ഉള്ളിലിട്ട് വളർത്തിയെടുത്ത് അതിനുവേണ്ടി പ്രയത്നിച്ചാൽ നമ്മളെ ഉണ്ടല്ല ഈ പിന്നാലെ ഓടുന്ന ഈ പുലികളില്ലേ, പന്നപ്പുലികൾ, ഈ പുലികൾക്കൊന്നും നമ്മളെ പിടിക്കാൻ സാധ്യമല്ല. ഈ 80 അല്ല 8000 വർഷങ്ങൾ എടുത്താലും നമ്മുടെ സ്വപ്നത്തെ ഇവർക്കൊന്നും തകർക്കാൻ സാധ്യമല്ല. നമ്മൾ ആ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഉയർന്നുയർന്ന് കയറിപ്പോകും. അത്രയേറെ ഉയരത്തിൽ പറക്കാൻ സാധിക്കും നമ്മളുടെ പരുന്തിനെ പോലുള്ള നമ്മുടെ മനസ്സുകൊണ്ട്. അപ്പം ഈ കൊച്ചു കഥയിലൂടെ പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസം അത്രയേറെ മികച്ചതാണ്, കരുത്തുറ്റതാണ്. ഒരാളുടെ വാക്കിലോ ഒരാളുടെ നോട്ടത്തിലോ ഒരാളുടെ കുറ്റപ്പെടുത്തലുകളിലോ നമ്മൾ വീഴരുത്. വീണ് പോകാനായിട്ട് നമ്മൾ നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. അവനിങ്ങനെ വാതോരാതെ പറഞ്ഞോട്ടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പ്രയത്നിച്ച് മുന്നോട്ട് പാഞ്ഞിരിക്കും. നമ്മുടെ രൂപമോ നമ്മുടെ ഭംഗിയോ നമ്മുടെ കുറവുകളോ നമ്മുടെ വലിപ്പക്കുറവോ അതൊന്നും ഒന്നിനും ഒരു തടസ്സമല്ല. തീവ്രമായിട്ടുള്ള നമ്മുടെ ആഗ്രഹം, തീവ്രമായിട്ടുള്ള നമ്മുടെ സ്വപ്നം, അതിനെതിരെ ഒരു കാറ്റിനും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. ഒരു വിധത്തിലുള്ള എന്താ പറയുക, ഇങ്ങനെ തിരിച്ചടികൾ ഇങ്ങനെ എത്രയേറെ വന്നു വീണാലും നമ്മൾ അതിലൊന്നും തളരാതെ മുന്നോട്ട് പായും. നമ്മളൊരു സന്തോഷത്തോടു കൂടി, ഊർജത്തോടു കൂടി, വളരെ ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കും എന്നുള്ളതാണ് ഈ കൊച്ചു കഥയിലൂടെ ഈ മുയൽ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. അപ്പം നമ്മുടെ കുട്ടി കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. പിന്നൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഇതേണ്ട, ഈ ചുമരിൽ നമ്മൾ കുറേ നാൾ മുമ്പ് വരച്ച ഒരു മാലാഖക്കുട്ടൻ്റെ ചിത്രമാണ്. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിൻ്റെ വീഡിയോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ടിക് 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 ടിക്.